ശ്രീരാമ പാദസ്പർശമേറ്റ രാമക്കലം ശ്രീരാമനാമം കേട്ടുണരുന്ന ഒരു ഗ്രാമവുമുണ്ട് ഇടുക്കിയിൽ. സീതാദേവിയെ തേടിയുള്ള യാത്രയ്ക്കിടെ ശ്രീരാമചന്ദ്രന്റെ പാദം പതിഞ്ഞ പുണ്യഭൂമി. ചരിത്രമുറങ്ങുന്ന രാമക്കലും ശ്രീരാമ സീതാദേവി ക്ഷേത്രവും ഒരു ദേശത്തിനാകെ അനുഗ്രഹ വർഷം ചൊരിയുകയാണ്. രാമക്കൽമേടിന്റെയും ശ്രീരാമ സീതാദേവി ക്ഷേത്രത്തിന്റെ ചരിത്രവും ആരംഭിക്കുന്നത് സീതാദേവിയെ അന്വേഷിച്ചുള്ള ശ്രീരാമന്റെ ലങ്കായാത്രയിൽ നിന്നാണ്. ത്രേതായുഗ കാലത്ത് സീതാദേവിയെ തേടിയുള്ള യാത്രയിലാണ് ശ്രീരാമൻ ഈ മനോഹരമായ ഭൂമിയിൽ എത്തുന്നത്. മലമുകളിലെ വലിയ കല്ലിൽ നിന്നാണ് ശ്രീരാമൻ ലങ്കയിലേക്കുള്ള ദിശ മനസ്സിലാക്കിയത് എന്നാണ് വിശ്വാസം. സേതുബന്ധനത്തിനായി രാമേശ്വരം തിരഞ്ഞെടുത്തത് ഇവിടെ നിന്നാണ് എന്നും വിശ്വസിക്കുന്നു. അയോധ്യയിലേക്ക് സീതാന്വേഷണ സമയത്ത് ശ്രീരാമനും വാനരപ്പടയും സന്ധി ചെയ്ത ഒരു സ്ഥലമാണ് രാമക്കൽ എന്ന് പറയുന്നത്. അവിടെ സന്ധി ചെയ്ത് അവിടെ നിന്നാണ് റൂട്ട് മനസ്സിലാക്കി ശ്രീലങ്കയിലേക്ക് ഉള്ള യാത്ര സുഗമമാക്കിയത്. ഈ രാമക്കല്ലിൻ്റെ തൊട്ടടുത്ത് താഴെയുള്ള ഒരു സ്ഥലം എന്നുള്ള ഉത്തമപാളയം എന്ന സ്ഥലത്ത് അവിടെ പോയി തമ്പ് അടിച്ചിട്ട് അവിടെ നിന്നാണ് ശ്രീലങ്കയിലേക്ക് പോയത്. രാമക്കൽ സ്ഥിതി ചെയ്യുന്ന മലയുടെ എതിർവശത്തായി അടിവാരത്തോട് ചേർന്നാണ് ശ്രീരാമ സീതാദേവി ക്ഷേത്രം. ശ്രീരാമനെയും സീതാദേവിയെയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ സങ്കേതം. രാമായണ മാസത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകുന്നുണ്ട്. വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടക്കുന്നു. ശ്രീരാമപാദ പൂജയാണ് കൂടുതലായിട്ട് ഇവിടെ നടത്താറുള്ളത്. പിന്നെ നെയ്വിളക്കുണ്ട്, പിന്നെ ആഞ്ജനേയ പൂജയുണ്ട്, പിന്നെ യോഗീശ്വര പൂജയുണ്ട്, നാഗപൂജ കാവുണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട്. വാനരപൂജ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസങ്ങളിൽ ഇവിടെ വാനരന്മാർ ഇവിടെ വരികയും അതുപോലെ തന്നെ അതിനുള്ള വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തി പോരാറുള്ള. ശ്രീരാമന്റെ വാനരസേനയ്ക്ക് അന്നം നൽകുന്ന വാനരയൂട്ട് എന്ന പ്രത്യേക വഴിപാട് എല്ലാ ദിവസവും ഇവിടെ നടക്കാറുണ്ട്. ശ്രീരാമനൊപ്പം എത്തിയ വാനരപ്പട രാമക്കല്ലിന്റെ താഴ്വാരത്തായി തമിഴ്നാടിന്റെ പാളയം അടിച്ചു എന്നും കരുതപ്പെടുന്നു. പിൽക്കാലത്ത് അവിടെ ഒരു ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടു. ആ സ്ഥലം പിന്നീട് ഹനുമന്തപ്പെട്ടി എന്നറിയപ്പെട്ടു. രാവണ നിഗ്രഹത്തിന് ശേഷം സീതാദേവിയുമായി മടങ്ങിയ ശ്രീരാമചന്ദ്രൻ ഇതേ സ്ഥലത്ത് തിരികെ എത്തുകയും ദുർഗാദേവിയെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു. തുടർന്ന് ദേവപ്രശ്നം നടത്തിയതിലൂടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമ സീതാദേവി സങ്കല്പത്തിലുള്ളതാവണമെന്ന് തെളിയുകയായിരുന്നു. പിന്നീടാണ് ഈ ക്ഷേത്രം ഇവിടെ പുനരുദ്ധരിച്ചത്. ജനം, ഇടുക്കി.